ആചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ സരസ്വത്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാ ജയലക്ഷ്മി ചേച്ചിക്കും, എല്ലാ ഭക്തന്മാർക്കും, എല്ലാ ഭാഗവത പ്രേമികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭാഗവതത്തിലെ 3-ാം സ്കന്ധത്തിലെ 9-ാം അധ്യായമാണ് ബ്രഹ്മാവിന്റെ ആദ്യത്തെ ബ്രഹ്മസ്ഥിതി. അതാണ് ഇവിടെ എനിക്ക് തന്നിരിക്കുന്ന വിഷയം. വിതുര മൈത്രേയ സംവാദമായിട്ടാണല്ലോ അതിൽ പറഞ്ഞിരിക്കുന്നത്. 3-ാമത്തെ സ്കന്ധം. അതിൽ വിശേഷപ്പെട്ട സൃഷ്ടി, അതാണ് വിസർഗം എന്നറിയപ്പെടുന്നത്. വിശേഷപ്പെട്ട സൃഷ്ടിയാണ് അതിലൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതില് ഭഗവാന്റെ, അതായത് നൈമിത്തിക പ്രളയത്തിന് ശേഷം 1000 ചതുർയുഗങ്ങളാണ് ഒരു പ്രളയം വരുന്ന സമയം. ആ പ്രളയം വരുന്ന 1000 ചതുർയുഗങ്ങൾ കഴിഞ്ഞാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ നൈമിത്തിക പ്രളയം കഴിഞ്ഞാൽ ഭഗവാൻ അടുത്ത സൃഷ്ടി ആരംഭിക്കണം എന്നുള്ള ആലോചനയായി. അങ്ങനെ ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു താമര, ഒരു സ്വർണ്ണമയമായ താമര, ആ താമരയിലാണ് എല്ലാ സൃഷ്ടിയും ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ താമരയെ വന്നിട്ട് ആ താമരയുടെ തണ്ടിൽ നിന്നും ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. ബ്രഹ്മാവ് ആദ്യം വന്നപ്പോൾ, ഈ താമരത്തണ്ടിൽ വന്നപ്പോൾ ആദ്യം അതിശയിച്ചു പോയി. ഇത് എവിടുന്നാണ് വന്നത്? എവിടെയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ബ്രഹ്മാവിന്. അപ്പൊ ആകെപ്പാടെ നാൽമുഖത്ത് നോക്കി, ചുറ്റുപാടൊക്കെ നോക്കിയപ്പോ നാൽമുഖനായി തീർന്നു. പിന്നെ ബ്രഹ്മാവ് ആദ്യത്തെ സൃഷ്ടിയായതുകൊണ്ട് ബ്രഹ്മാവിന് ആ ഒരു ഇതും കൂടി കിട്ടി. ബ്രഹ്മാവിന് ഒരു പേരും കിട്ടി, സ്വയംഭൂ എന്ന നാമവും ഇവിടെ കിട്ടി. അങ്ങനെ നാൽമുഖനുമായി സ്വയംഭൂമായി. ബ്രഹ്മാവ് തന്നെ നോക്കിയപ്പോൾ ചുറ്റും ജലം മാത്രമേ കാണുന്നുള്ളൂ. ആകാശം കാണുന്നുണ്ട്, ഭഗവാനെ കാണുന്നില്ല. എവിടെ നിന്നാണ് ഈ സൃഷ്ടി ഉണ്ടായത്, എവിടെ നിന്ന് ബ്രഹ്മാവ് ഉണ്ടായിരുന്നു മനസ്സിലാകാത്തതുകൊണ്ട് ബ്രഹ്മാവ് താഴേക്ക്, അഗാധമായ ആ താമരത്തണ്ടിലൂടെ താഴേക്ക് ഇറങ്ങി നോക്കി. അവിടെ വരെ പോയിട്ട് കുറെ കാലമൊക്കെ അവിടെ മുഴുവനും അന്വേഷിച്ച് നടന്നു. ഒന്നും ഒരു പിടിയും കിട്ടിയില്ല. തിരിച്ച് മുകളിലേക്ക് തന്നെ വന്നു. ആ താമരത്തണ്ടിൽ വന്ന് അനേക വർഷം ദിവസരം ഒരു തപസ്സായിട്ട് ധ്യാനനിരതനായിട്ട് ഇരുന്ന് നോക്കി. എന്നിട്ട് കിട്ടിയില്ല. വീണ്ടും തപസ് അനുഷ്ഠിച്ച സമയത്ത് ബ്രഹ്മാവിന് മനസ്സിലായി ബ്രഹ്മാവിന്റെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആ ഭഗവാന്റെ ഒരു സ്വരൂപം കാട്ടിക്കൊടുത്തു. സ്വരൂപം എന്ന് പറഞ്ഞാൽ വളരെയധികം സർവാലങ്കാര ഭൂഷിതരായിട്ടുള്ള ഒരു ചതുർഭുജധാരിയായിട്ടും എല്ലാ ആയുധങ്ങളും സർവാലങ്കാരമായിട്ട് ഭഗവാന്റെ ഉള്ളിൽ കാണിച്ചു കൊടുത്തു. അതിന്റെ കൂടെ തന്നെ സൃഷ്ടിക്കുള്ള ആ ഒരു ജ്ഞാനം കൂടെ ഭഗവാൻ ബ്രഹ്മാവിന്റെ ഉള്ളിൽ പകർത്തി കൊടുത്തു. അപ്പോൾ അങ്ങനെ ഭഗവാനെ കണ്ടപ്പോഴത്തേക്കും എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ബ്രഹ്മദേവന്. ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, ഭഗവാനാണല്ലോ എന്റെ ഈ സൃഷ്ടിക്കൊക്കെ കാരണം എന്ന് നോക്കി വേഗം തന്നെ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അതാണ് 9-ാമത്തെ അധ്യായത്തിൽ, 3-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ 25 ശ്ലോകങ്ങളാണ് ഇരിക്കുന്ന ബ്രഹ്മാവിന്റെ സ്തുതി, ആദ്യത്തെ സ്തുതി. അത് എല്ലാവർക്കും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞു പോകാം. ജാതോസിമേ അദ്യ സുതിരാനന്ദേ കവാജാം നഗ്നായതേ ഭഗവതോ ഗതിരിത്യവദ്യം ജ്ഞാനത്തദസ്തി ഭഗവന്നഭിദന്ന ശുദ്ധം മായാഗുണം വ്യതികരാത് ഗതിരോർവിഭാസി. ഭഗവാനെ എനിക്കാണ് ഭഗവൻ വളരെ കാലം തപസ് ചെയ്ത ശേഷമാണ് എനിക്ക് ഭഗവത് ദർശനം ലഭിച്ചത്. അപ്പൊ അതിൽ നിന്നും എനിക്ക് ഉള്ളില് സൃഷ്ടി നടത്താനുള്ള ഒരു ജ്ഞാനവും ലഭിച്ചു. അപ്പൊ വളരെയധികം ആനന്ദം അനുഭവിക്കുന്നു. അത് ലഭിക്കാത്തവരുടെ വിഷയത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് ലഭിക്കാതെ വരുന്നത്? ഭക്തി ഉള്ളിൽ ഉദിക്കാത്തത് കൊണ്ടാണ് അവർക്കൊക്കെ ആ ഒരു ഭഗവാന്റെ ആനന്ദം, ഭഗവത് ദർശനം ലഭിക്കാതെ വരുന്നത്. അതൊരു ദോഷം തന്നെയാണ്. അപ്പോൾ ഭഗവന്റെ ദർശനം ലഭിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നമ്മുടെ ആ ദുഃഖത്തിൽ നിന്നൊക്കെ മാറി ലഭിക്കാൻ പറ്റുള്ളൂ, ആനന്ദം അനുഭവിക്കുകയുള്ളൂ. ഈ ലോകം മുഴുവനും സത്യമല്ല, അസത്യമാണ്. അതിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ സത്യമായിട്ടുള്ളത്. അതാ ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയാണെങ്കിൽ നമുക്കെല്ലാം ആ ഭഗവാന്റെ ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കും. അതാണ് ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. താവദ്ഭയം രമണഗേക സുഹൃന്നിമിത്തം ശോകസ്പൃഹാ പരിഭവോ വിപുലസ്ഥലോഭക താവന്മമേത്യ സദഭദ്രക ആത്മൂലം യാവന്നതേ അന്തിമഭയം പ്രവണീതലോക. ഈ ലോകത്തെ ആശ്രയിക്കുക, അതായത് ഭഗവാനെ ആശ്രയിക്കുക. ലോകത്തിൽ കാണുന്ന ഈ പ്രാണിവർഗങ്ങൾ മുഴുവനും തന്നെ എത്ര കാലം വരെ ഈ ലോകത്തിൽ
ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അപ്പൊ ആ ഭയത്തെ നശിപ്പിക്കുന്ന ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ മാത്രമേ, ഭഗവാന്റെ പാദമൂലത്തെ ആശ്രയിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഭയത്തിൽ നിന്ന് മാറി അഭയം തരുന്ന ഭഗവാനെ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആനന്ദം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ അങ്ങനെ ആശ്രയിക്കാത്ത ആളുകൾക്കെല്ലാം, മനുഷ്യർക്ക് എന്തായിരിക്കും അതിന്റെ ഫലം? തങ്ങളുടെ പുത്രൻ, ഭാര്യ, ബന്ധുക്കൾ, അതുപോലെ തന്നെ മറ്റുള്ള ധനം എല്ലാത്തിലും ഒട്ടിപ്പിടിച്ച് അങ്ങനെ ഇരുന്നിരുന്ന് അവർക്ക് ദുഃഖം തന്നെ. വീണ്ടും ആഗ്രഹം വരുന്നു, അപമാനം വരുന്നു, അതുമൂലം ലോകം വരുന്നു, പല പ്രവൃത്തികളും അതിനുമിടം ചെയ്യുന്നു. അതെല്ലാം ഈ നശ്വരമായ ദേഹാദികളെ കുറിച്ചുണ്ടാകുന്ന ആൻസൈറ്റി, മരണത്തെ കുറിച്ചുള്ള ഭയം, ഇങ്ങനെയുള്ള ഭയം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഭയം ഉണ്ടാകാതിരിക്കുന്നതിന് നമ്മുടെ അഭയസ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ ആശ്രയിക്കുക. എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്ന അങ്ങയോട് ഭക്തിയോടെയുള്ള സംസർഗം ഉണ്ടാകുകയാണെങ്കിൽ മാത്രം ജനങ്ങൾക്ക് ആ ഒരു ദുർവിധി ഇല്ലാതെ നശിക്കുന്നു ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ. അങ്ങനെ ലോകം കൊണ്ട് നിറഞ്ഞ മനസ്സോടെ നിസ്സാരമായ ഭൗതിക സുഖങ്ങൾ നേടുന്നതിന് വേണ്ടി ദുഷ്കർമ്മങ്ങളൊക്കെ ഈ ലോകത്തിലുള്ള ജനങ്ങൾ ലോകത്തിൽ വന്നുപെട്ട് കഴിഞ്ഞാൽ ചെയ്യുന്നു. അതുമൂലം മനസ്സിന് നിശബ്ദത, ഭക്തി വെക്കാതെ ഇരിക്കുന്ന ആ ഉടമകളെ പറ്റി, മനുഷ്യരെ പറ്റിയാണ് ബ്രഹ്മാവിനെ വിലപിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മാവിനെ ജ്ഞാനം വിധിച്ചു കഴിഞ്ഞു. അപ്പോൾ അദൃശ്യ നിമിഷത്തിൽ സൃഷ്ടി വരുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ ജനിച്ചു വരുന്നത്. അവരുടെയൊക്കെ ദുഃഖം ഓർക്കുമ്പോൾ ബ്രഹ്മാവിന്റെ മനസ്സിൽ ദുഃഖം വരുന്നു. അങ്ങനെയുള്ള ജനങ്ങളെയാണല്ലോ എനിക്ക് സൃഷ്ടിക്കേണ്ടി വരുന്നത്. അപ്പോൾ അവർക്ക് ദ്വന്ദ്ങ്ങൾ പലതും ഉണ്ടാകും. ദുഃഖത്തിൽ വിശപ്പ്, ദാഹം, ശീതം, ഉഷ്ണം, ചൂട്, തണുപ്പ്, ക്രോധം, പരസ്പരമുള്ള കലഹം, അങ്ങനെ തുടങ്ങിയ ദ്വന്ദ്ങ്ങൾ മൂലം അവർ ഈ ലോകത്തിൽ കിടന്ന് വിഷമിക്കുമല്ലോ എന്ന് നോക്കിയിട്ട് ബ്രഹ്മാവിന്റെ മനസ്സ് തടയുകയാണ്. അതിനുശേഷം ബ്രഹ്മാവ് പറയുകയാണ്, ആ പ്രാരബ്ധം അവരെ വിട്ടുപോകുന്നേ ഇല്ല, അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഭക്തിയോടുകൂടി ആ മായയെ അകറ്റണം. അതായത് ചക്കയിലുള്ള നുഴഞ്ഞി മാറാൻ വേണ്ടി നമ്മൾ കയ്യിലൊട്ടാതിരിക്കാൻ എപ്രകാരമാണോ എണ്ണ തടത്തി അതില്ലാതാക്കുന്നത്, അതുപോലെ നമ്മുടെ മനസ്സിൽ ഭക്തി കൊണ്ടുവന്ന് ഈ മായയെ ഒട്ടാറത്തക്ക രീതിയിൽ ആക്കിയെടുക്കണം. ഭക്തിയെ കൊണ്ട് ഈ മായ നമ്മുടെ ദേഹത്തിലും മനസ്സിലും ഇല്ലാതാക്കുകയാണ് വേണ്ടതെന്ന് ബ്രഹ്മാവ് പറയുകയാണ്. പിന്നീട് സകാമഭക്തിയും അകാമഭക്തിയെ പറ്റി പറയും. സകാമഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉദ്ദേശത്തോടു കൂടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു, അതാണ് സകാമഭക്തി. പിന്നീട് ആ കർമ്മം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളോടുകൂടി ആ ഭക്തി നശിക്കുകയും ചെയ്യുന്നു. പക്ഷേ അകാമഭക്തിയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അകാമമായിട്ടുള്ള ഭക്തി ചെയ്യുന്നവരെ, കാമമൊന്നുമില്ല, യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാതെ ഭക്തി ചെയ്യുക, അതിനുവേണ്ടി ഒരാഗ്രഹമില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുക. ആ കർമ്മങ്ങൾ ചെയ്യുന്ന എന്നും അങ്ങനെയുള്ളവർക്ക് നിത്യാനന്ദം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരിൽ ഭഗവാൻ എപ്പോഴും അനുഗ്രഹിക്കുകയും ചെയ്യും. അത് ഒരു ഉദാഹരണമാണ് നമ്മുടെ ഭാഗവതത്തിൽ തന്നെയുള്ള ഭഗവാന്റെ ഏറ്റവും ഉറ്റ സുഹൃത്തായ സുദാമ. യാതൊരു ആഗ്രഹവുമില്ല, ആ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽപ്പെടുത്തിപ്പോലും ഒരാഗ്രഹവും ഇല്ലാതെയാണ് ഭഗവാനെ പരിചിച്ചുകൊണ്ടിരുന്നത്. അതിന് ആ സുദാമാവിനെ ഭഗവാൻ എത്ര അനുഗ്രഹം കൊടുക്കാമോ അത്രയധികം അനുഗ്രഹങ്ങൾ കൊടുക്കുകയും ചെയ്തു. അതാണ് സകാമകർമ്മവും അകാമകർമ്മവും തമ്മിലുള്ള വ്യത്യാസം. അതായത് നാരായണീയത്തിൽ പറയുന്ന പോലെ പ്രസാദായ പൂജ, ഭഗവാനെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുക. അതായത് നമ്മുടെ ശാസ്ത്രത്തിൽ, തിരുവമ്പാടി ശാസ്ത്രത്തില് തോട്ടം ശ്യാം ആചാര്യം പറയുന്നത് പോലെ തിരുവമ്പാടി കാണാൻ സന്തോഷം ഉണ്ടാകുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കുക. അപ്പൊ ഭഗവാന് സന്തോഷം ഉണ്ടായാൽ അത് നമ്മുടെയും സന്തോഷത്തിന് കാരണമായി തീരും. പിന്നീട് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, അർജുനനെ ഉപദേശിക്കുമ്പോൾ അതായത് നമുക്ക് സാധാരണ ജനങ്ങൾക്കുള്ള ഒരു ഉപദേശമാണിത്. യാതൊന്നും ചെയ്യുന്നുവോ, യാതൊന്നും പ്രവർത്തിക്കുന്നുവോ, യാതൊരു പൂജ ചെയ്യുന്നുവോ, എങ്ങനെയാണോ ഭഗവാനെ അനുഷ്ഠിക്കുന്നത്, ആരാധിക്കുന്നത്, എന്ത് സമർപ്പിക്കുന്നത്, ഏത് വിധമായാലും ഏത് തപസ് ആചരിക്കുന്നുവോ, എന്തൊക്കെയാണെങ്കിലും അതെല്ലാം
ഭഗവാന്റെ പ്രീതിക്കായിട്ട് ചെയ്ത. അതാണ് ഇതിന്റെ അർത്ഥം. ഈ 14ാമത്തെ ശ്ലോകത്തില് സ്വരൂപം ഹസൈവ നിമീതവേദമോഹായ ബോധതിഷ്ണായ നമഃപരസ്മൈ വിശ്വോദ്ഭവസ്ഥിതിലയേഷു നിമിത്തൈലാരാസായ തേ നമഃ ചക്രമേശ്വരായ. ഭഗവത് സൃഷ്ടി തന്നെ എല്ലാം തന്നെ ദേഹസ്വരൂപമാണ്. സൃഷ്ടിക്കുന്ന എല്ലാത്തിനും ശരീരം ഉണ്ടായിരിക്കും, അവർക്ക് ദേഹചിന്തയും ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള അവർക്ക് ആ ദേഹചിന്ത ഉണ്ടാകുമ്പോൾ അതില്ലാതെയാകുന്ന ആ ബോധരൂപമായ ചൈതന്യ സ്വരൂപനായ ആ ഭഗവാനെ ഉദ്ദേശിച്ച് ഭഗവാനെ നമ്മൾ വളർത്തുക, മനസ്സിൽ ഭക്തിയോടുകൂടി വളർത്തുക. ഇപ്പൊ സർവചരാചരങ്ങളുടെയും ദേഹം പ്രവർത്തിക്കുന്നത് ഈശ്വര ചൈതന്യത്താലാണ് എന്നുള്ള ഒരു വിചാരം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് ആ ഭക്തി താനേ വന്നുകൊള്ളും. ഭക്തിയും വരും, ജ്ഞാനവും വരും. ഇപ്പൊ പ്രാകൃത പുരുഷന്മാരിൽ ഇതൊന്നും ഉണ്ടാകുകയില്ല. അതിൽ നിന്നെല്ലാം വേറിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇത് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ടുള്ള ബ്രഹ്മാവിന്റെ സ്തുതിയാണ്. അങ്ങേക്ക് നമസ്കാരം. അടുത്തത് 16ാമത്തെ സ്തുതി. യോവാഹം ജഗിശസ്ത വിവിസ്വയം ജ സ്ഥിതിർഭവ പ്രളയഹേതവ ആത്മമൂലം വിദ്വാ ത്രിവാദ്വൃത ഏക ഗുരുപ്രലോഭതസ്മൈ നമോ ഭഗവതേ. ഭുവനദ്രുമായാം ഇതും അതുപോലെ തന്നെ നമസ്കരിക്കുകയാണ് ഭഗവാന്. സൃഷ്ടിയുടെ പിതാവ് ബ്രഹ്മാവല്ല, ബ്രഹ്മാവല്ല എന്നുള്ള ഒരു ശങ്ക നമുക്ക് വരാം. പക്ഷെ ആ ശങ്ക ഇല്ലാതാക്കിയാണ്. കാരണം ബ്രഹ്മാവ് വരുന്നതിന് മുൻപ് തന്നെ സൃഷ്ടി നടത്തുന്നതിനുള്ള ആ ഒരു ആലോചന ഇടുന്നത് ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ മുഖാന്തരമാണ് ബ്രഹ്മാവിന് ആ ജ്ഞാനം, സൃഷ്ടികളെ ജ്ഞാനം ലഭിക്കുന്നതും മറ്റും. അതുകൊണ്ട് ഭഗവാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗുണത്രയങ്ങളെയൊക്കെ സ്വീകരിച്ച് ആദ്യമേ തന്നെ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ ഇങ്ങനെ 3 പേരെ ഉണ്ടാക്കി. ആ 3 പേരുണ്ടായി. അത് കഴിഞ്ഞ് അവർക്കെല്ലാം ഒരു പ്രവൃത്തിയെ കൊടുത്തു. അതാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇതെല്ലാത്തിനെയും അംഗീകരിച്ചുകൊണ്ട്, ഈ ലീലകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ആണ് ഒരു എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ വിത്തിൽ നിന്നും അത് വളർന്ന് അതിനെ നട്ടു വളർത്തി വരുമ്പോൾ അതിനകത്ത് മരമാകും, ചെടിയാകുന്നു, മരമാകുന്നു, കായ് വരുന്നു, പൂ വരുന്നു, പിന്നെ അതിൽ നിന്നും നമുക്ക് വേണ്ട ഫലങ്ങളൊക്കെ ലഭിക്കുന്നു. അതേപോലെയാണ് ഭഗവാൻ. ആ ഭഗവാനിൽ നിന്നാണ് ഈ സകല ചരാചരങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഒരു വൃക്ഷം പോലെയാണ് എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാന് നമസ്കാരം. അടുത്തത് 20ാമത്തെ ശ്ലോകമാണ്. യോ വിദ്യാനുഭഗതോ വിദശാർത്ഥവൃത്യാ നിദ്രാമുവാകജഡീകൃതലോകയാതഃ അന്തർജലേകി കശുസ്പർശനാനുകൂലാം വിമോർമിമായി ജനസ്യ സുഖം വിവൃണ്ണൻ. അതായത് ഓരോ പ്രളയമൊക്കെ കഴിയുമ്പോൾ ഭഗവാന് തോന്നി ഈ മനുഷ്യരെല്ലാം ഇത്രയും ദുഃഖമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞല്ലോ, അവർക്കൊരു വിശ്രമം വേണമല്ലോ. അങ്ങനെ പറഞ്ഞ് ഇവിടെയുള്ള സകല ചരാചരങ്ങളിൽ ആ ഭഗവാന്റെ നാഭിക്കകത്ത് ഉള്ളിലേക്ക് എല്ലാവരെയും വലിച്ചെടുക്കുന്നു. അത്രയും വിശ്രമിച്ചോട്ടെ എന്ന് കരുതി ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് ഭഗവാൻ ഒരു കാരുണ്യവാനാണ്. ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭഗവാൻ അവിടെ തിരമാലകളുള്ള ആ ഒരു അലയടിക്കുന്ന വെള്ളത്തിൽ ആദിശേഷനായിട്ടുള്ള ആദിശേഷന്റെ ആ ശയന സ്ഥലത്ത് എങ്ങനെയാണ് നമുക്കറിയാം ആദിശേഷന് എത്ര സുഖമുണ്ടാവും. അങ്ങനെയുള്ള ഒരു കിടപ്പ് എങ്ങനെയായിരിക്കും? പക്ഷെ അതിലെ ആ കിടപ്പിലും സുഖം കണ്ടെത്തി ഭഗവാൻ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഭഗവാൻ അതിൽ ശയിക്കുന്നതാണ്. അപ്പൊ ഭഗവാൻ എത്ര കാരുണ്യവാനാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആ ഭഗവാന് നമസ്കാരം എന്ന് ബ്രഹ്മാവ് പറയുന്നു. പിന്നെ അടുത്തത് സൃഷ്ടി 24ാമത്തേതാണ്. ഈ മഹത്തായ സൃഷ്ടിയിൽ ഏർപ്പെടുമ്പോൾ ഈ ബ്രഹ്മാവിന് അഹങ്കാരം വരുമോ എന്നുള്ളൊരു ഭയമുണ്ട് മഹാവ്. അപ്പൊ അതിനു വേണ്ടി ഒരു പ്രാർത്ഥനയാണ്. അതായത് അനന്തശാലിയായിട്ടുള്ള ഭഗവാന്റെ നാഭിയാകുന്ന ആ ഒരു വാസസ്ഥാനത്തിൽ നിന്നുമാണ് ബ്രഹ്മാവ് ഉണ്ടായത്. ഇപ്പൊ ഉറവിടം ബ്രഹ്മാവിന്റെ ഉറവിടമാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ആ ചിത്രത്തിന് ഉടമയായിട്ടുള്ള ബ്രഹ്മാവിന് വേണ്ട ജ്ഞാനവും ഭഗവാൻ നൽകുന്നു. പക്ഷെ ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്ത് മനുഷ്യ ദേഹം ഉള്ള എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്ന സമയത്ത് എന്തെങ്കിലും അഹങ്കാരം വന്നാലും എന്നുള്ള ഒരു പേടി
ഉണ്ടാവുന്നത്. ഭാഗവത തത്വത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വെളിപ്പെടുത്തുന്ന ആ വേദത്തെ ബ്രഹ്മാവ് മറക്കരുതേ എന്നൊരു പ്രാർത്ഥനയാണ് ഭഗവാന്റെ മുന്നിലായിട്ട് ബ്രഹ്മാവ് വെക്കുന്നത്. അപ്പൊ നമുക്കും കൂടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയുടെ ഫലം കിട്ടുമ്പോൾ നമ്മൾ അഹങ്കരിക്കരുത് എന്ന് നമുക്കും കൂടിയുള്ള ഒരു പ്രാർത്ഥനയാണിത്. അടുത്തത് ലാസ്റ്റായിട്ട് ഭഗവാൻ ബ്രഹ്മാവിന്റെ പ്രാർത്ഥനയിൽ സോസൗ അതപ്രകരുണോ ഭഗവാൻ വിവൃത്ത പ്രേമസ്മിതേന നയനാം ഗുരുകം വിജൃംഭം ഉദ്ധായ വിശ്വവിജയായ തനോ വിഷാദം മാധ്വാതിരാവനിയത പുരുഷപുരാണകം. ഇതെല്ലാം പ്രാർത്ഥനയും സ്തുതിയും നമസ്കാരവും എല്ലാം കഴിഞ്ഞ് ബ്രഹ്മാവിനെ നോക്കിയിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് ഭഗവാൻ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം. എന്തിനു വേണ്ടി? ഭഗവാനിൽ നിന്നും ആ സംശയങ്ങളെല്ലാം നീങ്ങി ആ ദുഃഖമെല്ലാം ഇല്ലാതാക്കി തീർക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഭഗവാന്റെ മറുപടി കേൾക്കാൻ വേണ്ടിയാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമല്ലോ. അപ്പൊ ഭഗവാന്റെ മറുപടി കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ചെവിക്കൂട്ട് ഭഗവാനെ ബ്രഹ്മാവിനെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പുരാണ പുരുഷനും അപാര പുണ്യനിധിയുമായ ഭഗവാൻ വിടർന്ന താമര കണ്ണുകളോടെ മന്ദസ്മിതത്തോടു കൂടി എന്നെ നോക്കി പുഞ്ചരിച്ചുകൊണ്ട് നല്ല വാക്കിൽ, സുഖമായ നമുക്ക് മൃദുവായ വാക്കിൽ എനിക്ക് എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് അതിനുള്ള എന്റെ ആ ദുഃഖത്തെ, സൃഷ്ടി വരുമ്പോൾ എന്തൊക്കെ ദുഃഖമുണ്ടാകുമോ ആ ദുഃഖങ്ങളെല്ലാം തീർത്തു തരണമേ, അതിനുവേണ്ടി ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് ആ സ്തുതി അവസാനിപ്പിക്കുന്നത്. അപ്പൊ സജ്ജനങ്ങളുടെ ഉപദേശം കേൾക്കണം, അനുസരിക്കണം, അനുഷ്ഠിക്കണം എന്നതും നമുക്ക് കൂടിയുള്ള ഒരു ഉപദേശമായിട്ട് നമുക്കിതിനെ സ്വീകരിക്കാം. ഭഗവാനെ ഭരിക്കാനുള്ള ഒരു കീർത്തനത്തിന്റെ ഒരു ലാസ്റ്റ് മാത്രം പറയാം. ശ്രീ ഗുരുവായൂരേശ കൃഷ്ണപാദാംബുജം ശ്രീയെ കിട്ടുന്നൊരാ ദിവ്യപാദാംബുജം നിത്യം നമിക്കുക, നിത്യം ഭജിക്കുക, നിത്യം സ്തുതിക്കുക കൃഷ്ണപാദാംബുജം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇതെല്ലാം ഗുരുവായൂരപ്പന്റെ പാതാരവിന്ദങ്ങളിൽ ഞാൻ അർപ്പിച്ചുകൊണ്ട്